സുഭാഷും നികേഷും കൂടെ കടയിലേക്ക് പോവാണ്. സുഭാഷ് ചോദിക്കും, എന്താടാ മിണ്ടാതെ നടക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഒന്നുമില്ല. സുഭാഷേട്ടൻ ഞങ്ങളെയൊക്കെ വിട്ടെറിഞ്ഞു പോയി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സുഭാഷ് പറയും, അത് വിട്ടേക്കടാ, ഇനി ഞാനേ എവിടേക്കും പോകണില്ല. ഇനി അങ്ങനെ സംഭവിച്ചാൽ തിരിച്ചു വരുമ്പം ഞങ്ങളാരും വീട്ടിലുണ്ടാവില്ല, അത്രേ ഉള്ളൂ. സുഭാഷ് പറയും, അങ്ങനെയൊന്നും പറയല്ലേ. ഓ, കേൾക്കുമ്പോൾ വേദന ഉണ്ടല്ലേ? അപ്പോൾ കാണാതിരുന്നപ്പോൾ ഞങ്ങളുടെ അവസ്ഥയോ? അതൊന്ന് ആലോചിച്ച് നോക്ക്. സുഭാഷ് പറയും, നീ അത് വിട്, നമുക്ക് വാ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ചായക്കടയിലേക്ക് കൊണ്ടുപോവുകയാണ്. ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ സുഭാഷ് പോയതിനെ കുറിച്ച് പറഞ്ഞ് കളിയാക്കുകയാണ്. ആ ദേഷ്യത്തിന് നികേഷ് പറയും, ചായ വേണ്ട. ചായക്കടക്കാരൻ പറയും, ചായ എടുത്തിട്ടുണ്ട്, എന്നാൽ അത് അയാൾക്ക് കൊടുക്ക്, ഒരു ചായ കൂടി കുടിക്കട്ടെ. അതും പറഞ്ഞ് അവർ ചായക്കടയിൽ നിന്ന് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു വഴിയാത്രക്കാരനും സുഭാഷിനോട് ചോദിക്കും, എവിടെ പോയിരുന്നു? സുഭാഷ് പറയും, ഞാനൊരു കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു. കത്തെഴുതി വെച്ച് പോയതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അയാളോട് വേറൊന്നും പറയാൻ അവർ നിൽക്കുന്നില്ല. അവർ കുറച്ചുകൂടി നടന്ന് നീങ്ങുമ്പോൾ വല്യച്ഛൻ വരുന്നത് കാണും. സുഭാഷ് വല്യച്ഛാന്ന് വിളിച്ചു നോക്കുമെങ്കിലും വല്യച്ഛനൊന്നും മിണ്ടാതെ പോവാണ്. സുഭാഷ് പിന്നാലെ പോയിട്ട്, വല്യച്ഛ എന്താ ഒന്നും മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കും. വല്യച്ഛനോട് പോയ കാര്യങ്ങളൊക്കെ പറയാണ്. അതിനുശേഷം ജ്യോത്സ്യന്മാർ വന്നതും തറവാട്ടമ്പലത്തിൽ പോയിട്ട് പൂജ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. വല്യച്ഛൻ പറയും, നിന്നെ കാണാതായി എന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്നു എന്നുള്ളത് ശരിയാ എന്ന് കരുതി നിന്നോടുള്ള വലിയ സ്നേഹം കൊണ്ടൊന്നുമല്ല. അതും പറഞ്ഞ് ഇനി ഇങ്ങോട്ടാ വരണ്ട. വല്യച്ഛൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സുഭാഷ് നികേഷിനോട് വയ്ക്കും, എന്താടാ വല്യച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചിലപ്പോൾ വന്നത് സുഭാഷ് ഏട്ടൻ പോയതിൻ്റെ സന്തോഷം കൊണ്ടായിരിക്കും. സുഭാഷ് പണി സൈറ്റിലെത്തുമ്പോൾ അവിടെ കിടന്ന് കരയാണ് ചാന്ദിനി. അവിനാശിനോട് എന്താ കാര്യം തിരക്കുമ്പോൾ അവിനാശ് പറയും, അവൾക്ക് അവിടെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, അവൾക്കത് ഇഷ്ടമല്ല, പക്ഷേ അച്ഛനും അമ്മയ്ക്കും അത് തന്നെ മതിയെന്നാണ് പറയുന്നത്. അവർ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് കുറച്ച് കാശൊക്കെ കൊടുക്കാനുണ്ട്. അവർ മിക്കവാറും അവളെ ഇവിടെ വന്ന് കൊണ്ടുപോകും. സുഭാഷ് പറയും, ചാന്ദിനിക്ക് കല്യാണം ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ കൊണ്ടുപോകുന്നത്? അവിനാശ് പറയും, ഇവിടുത്തെ പോലെ ഒന്നല്ല സുഭാഷ് ഏട്ടാ അവിടെ. ചാന്ദിനി പറയും, ഈ കല്യാണം നടന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സുഭാഷിനാണെങ്കിൽ എന്ത് വേണമെന്ന് അറിയില്ല. സുഭാഷ് അവിനാശിനോട് ചോദിക്കും, നീ താമസിക്കുന്ന സ്ഥലം അവർക്കറിയോ? അവിനാശ് പറയും, അതറിയില്ല, പക്ഷേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുറേ പേര് അവിടെ ഉള്ളവരാ. സുഭാഷ് പറയും, ചാന്ദിനി കുറച്ച് ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ, ആ വീട് അവർക്കാർക്കും അറിയില്ലല്ലോ. അത് കേൾക്കുമ്പോൾ ചാന്ദിനിക്ക് സന്തോഷമാവും. ഹരീഷ് വർക്ക്ഷോപ്പിലേക്ക് ഇറങ്ങാണ്. സുധിയോട് വരുന്നുണ്ടോയെന്ന് നോക്കുമ്പോൾ സുധി പറയും, ഇന്ന് സാറ്റർഡേ അല്ലേ. ആ സമയത്ത് ഒരു ഓട്ടോ അങ്ങോട്ട് വരികയാണ്. സുധി പറയും, എന്തോ ഒരു വള്ളിയാണല്ലോ വരുന്നത്. ചാന്ദിനി അവിനാശ് ഇറങ്ങിയിട്ട് അവിനാശ് സുധിയോട് പറയും, സുഭാഷ് ഏട്ടൻ വിളിച്ചിരുന്നോ? സുധി പറയും, ഇല്ലല്ലോ. ചാന്ദിനി ഒരു 3 ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാ, നാട്ടിൽ ചെറിയ പ്രശ്നം. ആ സമയത്ത് സുഭാഷ് സുധിയെ വിളിക്കണം. സുധിയോട് കാര്യം പറഞ്ഞിട്ട് നിധിക്ക് കൊടുക്കാൻ പറയും. നിധിയോട് സുഭാഷ് സംസാരിക്കും. അവിനാശ് സുധിയോട് പറയും, അവൾക്ക് നാട്ടിൽ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, പക്ഷെ അത് അവൾക്ക് ഇഷ്ടമല്ല. അവർ അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഇവളെ ഇങ്ങോട്ട് കൊണ്ടാക്കിയത്. അവർ കുറച്ച് കുഴപ്പക്കാരാണ്. സുധി പറയും, എന്ത് കുഴപ്പക്കാരാണെങ്കിലും ഞങ്ങൾ നോക്കിക്കോളാം. ചാന്ദിനിയോട് ഹിന്ദിയിൽ സുധി ഇങ്ങനെ പറയും. അവിനാശ് പോയി കഴിയുമ്പോൾ നിധിയും ചാന്ദിനിയോട് അകത്തേക്ക് പോകും. ആ സമയത്ത് നിധി സുധിയോട് പറയും, അങ്ങനെ കൂടുതലൊന്നും കഷ്ടപ്പെടേണ്ട. നികേഷ് ബസ്സിന് കാത്തു നിൽക്കുന്ന അവിടെ നികേഷ് കാണുന്ന പെൺകുട്ടിയും ഉണ്ടാവും. നികേഷ് ഇങ്ങനെ മനസ്സ് പറയും, ഇന്ന് തന്നെ നല്ല അവസരം. നികേഷ് അവളോട് പോയി സംസാരിക്കുകയാണ്. അവൾ പറയും, ഞങ്ങളിവിടെ പുതിയ താമസക്കാരാ, ഇവിടെ ബികോമിന് ഫസ്റ്റ് ഇയറിൽ പഠിക്കുക. നികേഷ് ചോദിക്കും, ആണോ? ഞാനിവിടെ ഫൈനൽ ഇയറാ. ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റായി എടുക്കില്ലല്ലോ? മുൻപ് എന്നെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നി, എന്നെ തന്നെയാണോ? അവൾ പറയും, അതെ. അത് കേൾക്കുമ്പോൾ നികേഷിന് സന്തോഷമാവും. നികേഷ് ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി പൂക്കളൊക്കെ ഇങ്ങനെ ദേഹത്തൂടെ വീഴുന്ന പോലെ തോന്നും. പെട്ടെന്ന് ആ പെൺകുട്ടിയെ നോക്കി ചിരിക്കുന്ന കാണും. അപ്പം നികേഷിന് മനസ്സിലാവും നികേഷ് ആലോചിച്ചുണ്ടാക്കിയത് ഇതൊക്കെ. നികേഷിന് അപ്പോഴും സംസാരിക്കാൻ പോകാൻ പേടിയാ. നികേഷ് പതുക്കെ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി വരും. അവളും നികേഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവളുടെ ചിറ്റപ്പൻ ആ വഴി വരികയാണ്. ചിറ്റപ്പൻ ചോദിക്കും, എന്താ മോളെ ഇവിടെ നിൽക്കുന്നത്? അവൾ പറയും, ബസ് കിട്ടിയില്ല. എന്നാൽ കയറ്, ഞാൻ ആക്കിത്തരാം. അവൾ പറയും, വേണ്ട ചിറ്റപ്പൻ പോയിക്കോ, ബസ് ഇപ്പോൾ വരും. ചിറ്റപ്പൻ പറയും, ഞാൻ ആ വഴിക്കാ, കയറ്. അവൾ പോയിട്ട് വണ്ടിയിൽ കയറി പോവാണ്. നികേഷിന് ദേഷ്യം വരും, ഒരു ചിറ്റപ്പൻ. സുഭാഷും സുധിയോടെ രാത്രി വീട്ടിലേക്ക് പോവാണ്. സുഭാഷ് ചാന്ദിനിയുടെ കാര്യങ്ങളൊക്കെ സുധിയോട് പറയാണ്. സുധി സുഭാഷിനോട് ചാന്ദിനിയെ പ്രേമിച്ചൂടെ എന്ന് പറയാതെ ഇങ്ങനെ പറയും. സുഭാഷ് പറയും, അവളെനിക്ക് എൻ്റെ പെങ്ങളെപ്പോലെ. സുധി പറയും, സ്കൂളിൽ അസംബ്ലിയിൽ പറയും പോലെ ഇന്ത്യയിലെ എല്ലാവരെയും പെങ്ങളായിട്ട് കാണുമെന്ന് വേണ്ടല്ലോ. ഇപ്പോൾ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ റോഡിൽ വെച്ച് കണ്ട സുഭാഷ് ഏട്ടൻ നോക്കില്ലേ? സുഭാഷ് പറയും, സാധാരണ എല്ലാവരും നോക്കുന്ന പോലെ നോക്കും. എൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പോൾ നമ്മുടെ തറവാട്ടമ്പലത്തിനെ കുറിച്ചാണ്. സുധി ചോദിക്കും, ദൈവത്തിന് നമ്മളെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവില്ലേ? ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി പൂജ ചെയ്തിട്ട് അത് നമ്മളെ തറവാട്ടമ്പലത്തിലേക്കൊന്ന് പാസ് ചെയ്യാൻ പറഞ്ഞാൽ പോരെ?